ഇന്നുണ്ടല്ല ഒരു വാർത്ത വന്നിട്ടുണ്ടേ. അതായത് ഇന്ന് ലോക എയ്ഡ്സ് ദിനാണല്ലോ. അപ്പോൾ കേരളത്തിൽ രോഗികളുടെ എണ്ണം കൂടുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് കൊച്ചിയിലാണ്. അങ്ങോട്ടാണെന്നാണ് തോന്നുന്നത്. കൊച്ചി, തിരുവനന്തപുരം ഇങ്ങനെയുള്ള ജില്ലകളിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ അല്ല, ഇനി അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ത്രിബിൾ ഇരട്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെയുള്ള കോപ്രായങ്ങളല്ലേ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ വിദേശികളെ അനുകരിക്കുക എന്നാണ് പറയുന്നത്. എന്നിട്ടിപ്പോൾ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ തുറന്നു കൊടുത്തിരിക്കുകയല്ലേ. അതായത് പിന്നെ ഫ്ലാറ്റുകളിലായാലും എവിടെയായി കഴിഞ്ഞാലും ഈ എന്താ പറയുക, ഇപ്പം മൃഗങ്ങൾക്ക് വരെ എന്ന് പറഞ്ഞാൽ കുറച്ച് നാണവും മാനമൊക്കെ ഉണ്ട്. ഈ നാണവും മാനമൊക്കെ ഇപ്പം മനുഷ്യന്മാർക്ക് പോയിരിക്കുകയാണ്. ഈ ട്രെയിനിൽ വരെ എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കരമായിട്ട് നിറഞ്ഞിരിക്കുന്ന ട്രെയിനിൽ വരികയാണ് ചില ടീമുകൾ ലൈംഗികമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇമാതിരി ചെറ്റത്തരാന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കാറുകളിലും പാർക്കിങ്ങുകളിലും ഇവിടെയൊന്നും ഒരു രക്ഷയില്ല. എല്ലാവരും കാറ് വാങ്ങിക്കുന്നത് തന്നെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നതാണ്. കാരണം ആരും പേടിക്കണ്ടല്ലോ, ആരും ചോദ്യം ചെയ്യില്ല, ആരും പേടിക്കണ്ട. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഇവറ്റകളോടുള്ള പറയാനുള്ളത് ഒരു 10 റുപ്യ മുടക്കണം എന്നാണ്. കാരണം ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള രോഗമായിട്ട് നടക്കേണ്ടി വരും. ഇപ്പോഴിങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നത് ആലോചിക്കുമ്പോൾ നമുക്കെല്ലാം ഭയമാണ്. കാരണം ഇവരൊക്കെ ഏത് തരത്തിലാണ് ഇനി പെരുമാറുമെന്ന് അറിയില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയിലും അതുപോലെ ചുവന്ന തെരുവിൽ അങ്ങോട്ടെല്ലാം നമ്മൾ കേട്ടിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിലിപ്പോൾ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ പോക്ക്, നമുക്ക് വിദ്യാഭ്യാസമാണോ നമ്മുടെ പ്രശ്നം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്, നമ്മുടെ നാട്ടിലുള്ള അഹങ്കാരം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ഒരാൾക്കെന്ന് പറഞ്ഞാൽ ഒരാളെയും ഭയമില്ല. അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് പണ്ട് കണ്ടില്ലേ ചുംബന സമരം കണ്ടില്ലേ? ഈ ചുംബന സമരം നടത്തുമ്പോൾ നമ്മളെല്ലാവരും ചുംബന സമരം വരട്ടെ. കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മളെ പശുവിൻ്റെ ഭാര്യേനെയും കൂടിയിട്ട് അറസ്റ്റ് ചെയ്ത് കണ്ടില്ലായിരുന്നു? ലോഡ്ജിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്ക് ഒരു രാത്രിക്ക് മേടിക്കുന്നത് 80,000 റുപ്യ പോലും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ചുംബന സമരം കൊണ്ടുവന്നത് എന്തിനാ നിങ്ങൾക്കറിയാം? ഈ ഒരു ബിസിനസ്സിനൊന്ന് മാറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കുറച്ച് ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഇതൊക്കെ കൊണ്ട് അറിയപ്പെട്ടപ്പോഴെന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ് ആയി. ചുംബന സമര നായികയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 80,000 റുപ്യ. ആലോചിച്ച് നോക്കണം. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിട്ടിട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലായാലും അതുപോലെ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിലായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താരപരിവേഷത്തിലാണ് നടക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5-നും 10-നും കൊടുക്കുന്നവരെയൊക്കെ നമ്മൾ എന്താ പറയുക, തൊഴിലാളികൾ എന്നാണ് പറയുക. ഇപ്പോഴും അങ്ങനെ കൊടുക്കുന്നവരെല്ലാം തൊഴിലാളികളാണ്. പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റികളാണ്. അതായത് ഇവരും ചെയ്യുന്നത് ഒന്ന് തന്നെയാണ്, അവർ ചെയ്യുന്നത് ഒന്ന് തന്നെയാണ്. പക്ഷേ ഇവർ സെലിബ്രിറ്റികളാണ്, അവരെന്ന് പറയുന്നത് തൊഴിലാളികളാണ്. ഇതിനിടയ്ക്ക് നമ്മളെ മറ്റേ തോമസ് ഏതൊരുത്തം കൊണ്ടുവന്നല്ലോ വീട്ടിലേക്ക് ഭാര്യയില്ലാതേരം കൊണ്ടുവന്ന് അതിനെ പിന്നെ തല്ലിക്കൊന്ന് ചാക്കിലാക്കി. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ തൊഴിലാളി. നേരെ മറിച്ച് വേറെ ഇതുപോലെയുള്ള ടീമുകളാണെങ്കിലോ സെലിബ്രിറ്റികൾ എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ 2 തരത്തിലാണ് ഇങ്ങനെയുള്ള തൊഴിലാളികൾ ഉള്ളത്. ഞാൻ പറയുകയാണ് ഈറ്റങ്ങളോട്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ? ഈ തൊഴിൽ തന്നെയാണോ ഏറ്റവും വലുത്? ഇപ്പോൾ കൊച്ചിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ കഴിയില്ല നമുക്ക്. നിങ്ങളൊരു രാത്രി ഒരു 10-11 മണിക്ക് ശേഷം ആ കൊച്ചിൻ്റെ പല ഭാഗങ്ങളിലൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എമ്മാതിരി ചെറ്റത്തരാണ് നടക്കുന്നതെന്നറിയാം. ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഇറങ്ങാൻ പറ്റൂല. എന്തിനധികം പറയുന്നത് പെരുമ്പാവൂരിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും അങ്ങോട്ട് പോകാനേ പറ്റില്ല. അവിടെയൊക്കെ പല തരത്തിലുള്ള ആൾക്കാരാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മുടെ നാട്ടിനോട് നമുക്ക് തന്നെ വെറുപ്പ് തോന്നിപ്പോകും എന്നുള്ളതാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യ സംസ്ഥാനത്തൊക്കെ പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഈ രാത്രി കാലങ്ങളിൽ ഭയപ്പെടുക. ഇപ്പം നമ്മുടെ സ്വന്തം നാട്ടിൽ ഈ കൊച്ചിയിൽ താമസിക്കുന്നവന് തന്നെ ഭയമെന്നാണ് പറയുന്നത്. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. എവിടെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഈ ആണേതാ പെണ്ണേതാന്ന് മനസ്സിലാകുന്നില്ല. പലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് കെട്ടിയിട്ടായാലും വരുന്നത്. നിങ്ങൾ ഈ വെച്ചുകെട്ടുകാരുടെ കാര്യം ആലോചിക്കുമ്പോൾ നിങ്ങളെന്താ ഇതാണ്ട് അറിയാം, ഇവർക്കെല്ലാം ഭയങ്കര ശക്തിയായിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ആണുങ്ങളിനായിരിക്കും ഇത് ചിലപ്പോഴേ ഈ ജോലി ചെയ്യാൻ മടിച്ചിട്ടാണ് ഇങ്ങനെയുള്ള വേഷം കെട്ടിയിട്ട് നടക്കുന്നത്. ഇതാവുമ്പോൾ രാത്രി മാത്രം എന്ന് പറഞ്ഞാൽ 1-2 ഇതിൽ അതുമാത്രമല്ല കുറേ പ്രാന്തമാനയും കിട്ടും. അത് കിട്ടിയത് കൊണ്ട് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കുശാലായി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പുകളും ഏതൊരു സിനിമയിലില്ലേ സലീം കുമാർ ഇതേപോലെ നല്ല പൈസയാണ്, വേറെ ഏത് ജോലിക്കാടാ ഈ പൈസ കിട്ടുകയെന്ന് പറയുന്ന പോലെ ഇങ്ങനെയുള്ള കുറേ തട്ടിപ്പുകളും ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനി അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും ഇതിൻ്റെ ഡബിൾ ഇരട്ടിയായിരിക്കും അവിടുന്ന്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതും ഈ ചെറിയ എന്താ പറയുക ന്യൂ ജനറേഷൻ ആൾക്കാർക്കാവും കൂടുതൽ വരുന്നത്. പിന്നെ കുറേയെല്ലെന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന്, കുത്തിവെപ്പ്, ഇപ്പോഴെല്ലാ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ചു വരവല്ലേ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത മയക്കുമരുന്ന് എന്തെങ്കിലും ഉണ്ടാ? വിദേശ രാജ്യങ്ങളിൽ പോലും കിട്ടാത്ത സാധനങ്ങളാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം സുലഭമായിട്ട് എല്ലാവർക്കും അറിയാം. ഇത് ഉപയോഗിക്കുന്നവനല്ല കൃത്യമായിട്ട് അറിയാം ഇതെന്താണെന്നറിയാം. ഇത് എത്ര കയ്യിൽ വെക്കണം, എത്ര കയ്യിൽ വെച്ചാലാണ് അകത്തു പോകുക, എത്ര കയ്യിൽ വെച്ചാലാണ് പുറത്തു പോകുക എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം.
അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നറിയാം, അതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രമേ കയ്യിൽ വെക്കുള്ളൂ. അതുകൊണ്ട് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഊരി വരാനും അറിയാം, നിയമവും അറിയാം, എന്നാൽ ഇത് ഇത്ര ശതമാനം മാത്രമേ കയ്യിലുണ്ടാവുള്ളൂ അതും അറിയാം. അപ്പം ഇങ്ങനെ എന്നാ പറയേണ്ടത്, എല്ലാവരെയും എന്ന് പറഞ്ഞാൽ വഞ്ചിച്ചുകൊണ്ടും അതുപോലെ തട്ടിപ്പ് നടത്തിക്കൊണ്ടും ഇങ്ങനെ മുന്നേറുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. അവരെയാണ് നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടത്. അവരുടെ ഇടയിൽ നിന്നായിരിക്കാം ഇതുപോലെയുള്ള രോഗങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതൽ പകരുന്നത്. ഇപ്പോൾ സിറിഞ്ച് എവിടെ നോക്കിക്കഴിഞ്ഞാലും സിറിഞ്ചാണ്. നമുക്കിപ്പോൾ കടൽ തീരത്തോട്ട് നടക്കാൻ കഴിയുന്നില്ല, വഴിയിലൂടെ നടക്കാൻ കഴിയുന്നില്ല, എവിടെ നോക്കിക്കഴിഞ്ഞാലും സിറിഞ്ചാണ്. ഇതൊക്കെ ഡോക്ടർമാർ ഉപയോഗിക്കുന്നതൊന്നല്ല, ഇതൊക്കെ മറ്റേ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള എന്താ പറയുക, ഒരു പ്രത്യേകതയാണ് ഒരു 4-5 വർഷമായിട്ട് നമ്മൾ മലയാളി സമൂഹം നേരിടുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ ഇതുവരെ ഇങ്ങനെയല്ലായിരുന്നു. നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇഷ്ടമായിരുന്നു. ഇന്നിപ്പോഴും നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മുന്നിൽ തന്നെ എന്ന് പറഞ്ഞാൽ അപഹാസ്യനായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഇതന്നെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇതുപോലുള്ള പിടുത്തങ്ങൾ. അല്ല, ഇതൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതെങ്ങനെയാണ് അതിർത്തി കടന്ന് വരുന്നത് എന്നുള്ളതാണ്. അവിടെയൊക്കെ നിൽക്കുന്നവരെന്തിനാണ് നിൽക്കുന്നത്? പിന്നെ ഈ ചെക്ക് പോസ്റ്റിലും അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നില്ലേ? അതെന്തിനാണ് പിന്നെ നിൽക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അവന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങോട്ട് എത്തുമോ? അതുപോലെ തന്നെ ഇത് മൊത്തമായിട്ട് കച്ചവടം വെക്കുന്നവനെല്ലാം തീർത്ത് കളഞ്ഞൂടെ? ഈ സമൂഹത്തിന് വേണ്ടാത്ത ഇതുപോലെ മൊത്തമായി കച്ചവടം ചെയ്യുന്ന ഇവന്മാരെയൊക്കെ എന്ന് പറഞ്ഞാൽ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നിപ്പം നിങ്ങൾ കണ്ടില്ലേ, തൃശ്ശൂരിൽ ഒരു അഭിഭാഷകനാണെന്നാണ് പറയുന്നത്, തന്തേനെയും തള്ളേനെയും. ആ തന്ത ചത്തുപോയായിരുന്നു, അയാൾ ഭാഗ്യം ചെയ്തവനാന്ന്. കാരണം എന്താ പറയുക, ഇനി അനുഭവിക്കണ്ടല്ലോ ഈ മകൻ്റെ അടുക്കുന്ന്. ഇന്നലെ 2 പേരെയും അച്ഛനെയും അമ്മേനെയും എടുത്തിട്ട് 4 പൂശിയായിരുന്നു, അച്ഛൻ ചത്തുപോയായിരുന്നു. അപ്പോൾ അയാൾ ഭാഗ്യം എന്ന്. ഇനി അമ്മ അനുഭവിക്കണം. ഇനിയിപ്പോൾ ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ അമ്മ അനുഭവിക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ അഭിഭാഷകനാണ്, ഓന് കൃത്യമായിട്ട് നിയമവും കാര്യങ്ങളെല്ലാം അറിയാം, ഓൻ ഇറങ്ങി വരികയും ചെയ്യും കുറേ കഴിയുമ്പോൾ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലഹരികളും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുപോലെയുള്ള കേസുകളും ഇതൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയും ഈ രോഗികളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ, ഒരിക്കലും കുറയാൻ പോകുന്നില്ല. ഇനിയും കൃത്യമായിട്ട് യുവാക്കളുടെ ഇടയിൽ എന്തെങ്കിലും ബോധവൽക്കരണം എന്തെങ്കിലും നടത്തണം. ഇപ്പം അതൊന്നും ഇല്ലല്ലോ, കാരണം ഒന്നും പറയാൻ കഴിയില്ല. ഏടെ നിന്നിട്ട് വേണമെങ്കിൽ എന്തും ചെയ്യും. തിരക്കുള്ള ബസ്സിലാണെങ്കിൽ ശരി, വേറെ ഒരുത്തനായിരുന്നു. ആ ബസ്സിൽ അവൻ്റെ പ്രശ്നം എന്താ അറിയാം, പെണ്ണുങ്ങളെ സീറ്റിലേ അവൻ ഇരുന്നൂട് പോലും, അവനെ 2-3 നോട്ടായി പിടിക്കുന്നേ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ അവരും ചെയ്യുന്നത് ചില സോഷ്യൽ മീഡിയയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫോട്ടോസ് ഇടും, അതുപോലെ ചില വീഡിയോസ് ഇടും. എന്നിട്ട് പറയും എൻ്റെ ഇത് കാണാൻ എങ്ങനെയുണ്ട്, എൻ്റെ സാരി എങ്ങനെയുണ്ട് എന്ന്. സാരി അല്ല നോക്കുന്നത്, എല്ലാവരും നോക്കുന്നത്. അത് ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സാരി എങ്ങനെയുണ്ട് എന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇമാതിരി തോന്നിയവാസമാണ് സോഷ്യൽ മീഡിയയിൽ വരെ നടക്കുന്നത്. മലയാളികളുടെ ഈ തോന്നിയവാസം അത് തന്നെയാണ് നമ്മുടെ ഈ നാടിൻ്റെ ശാപം ഞാൻ പറയുള്ളൂ. എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഹൈപ്പ് ചെയ്ത് കളാ. ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെ, ഒന്ന് ഷെയറും ചെയ്ത് കളായിരുന്നു. അതാണ് പറയുന്നത്. ഏതെങ്കിലും ഡ്രസ്സ് കൂട്ടിട്ട് എൻ്റെ ഇത് കണ്ടോ, ഏതാ നമ്മൾ കാണേണ്ടത്? നിങ്ങളൊന്ന് പറ. ഇതിനിടയ്ക്ക് ഒന്ന് പറയുന്ന കേൾക്കണ, കുളിക്കുമ്പോഴേ തണുപ്പുണ്ടോയെന്ന് ഇങ്ങനെ കിടന്നിട്ട് അയക്കുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കുളിക്കുമ്പോൾ തണുപ്പുണ്ടോയെന്ന്. നമ്മൾ കുളിക്കുന്ന തണുപ്പാണോ കാണുന്നത്? അല്ല. ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ.